എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. കഥകൾ എന്നിലൂടെ എന്ന ഈ പുതിയ യൂട്യൂബ് ചാനലിലൂടെ കേരളത്തിലെ വായന ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും നമ്മൾ വായിച്ചു മറന്നതും എന്നാൽ തിരക്കും സമയക്കുറവും കാരണം വായിക്കാൻ സാധിക്കാത്തതുമായ പുസ്തകങ്ങളുടെ ലോകത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കോടുകൂടി തുടങ്ങുകയാണ്. ഇന്ന് നിങ്ങൾക്കായി ശ്രദ്ധേയനായ മലയാള നോവലിസ്റ്റും ചെറുകഥാകൃത്തും പത്രപ്രവർത്തകനുമായ GR ഇന്ദുഗോപന്റെ തീവണ്ടിയിലെ തടവുകാരൻ എന്ന ചെറുകഥ വായിക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാവർക്കും വായനയിലേക്ക് സ്വാഗതം. തീവണ്ടിയിലെ തടവുകാരൻ. കോട്ടയത്ത് ഉദ്യോഗത്തിന് പോകാനായിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തീവണ്ടിയിൽ കയറിയത്. ഉച്ചയ്ക്ക് 2:45 ചെന്നൈ എക്സ്പ്രസ്, അതിലെ സ്ലീപ്പർ കോച്ച്. ഞാൻ കുറച്ച് നേരത്തെ എത്തിച്ചേർന്നിരുന്നു. തിരക്കില്ല, ഒഴിഞ്ഞ ഒരു കൂപ്പയിലിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ 2 തടവുകാരെയും കൊണ്ട് 4 പോലീസുകാർ വന്നു. ഒരു തടവുകാരൻ എന്റെ അടുത്തിരുന്നു. ഞാൻ ജനാല ഭാഗത്തേക്ക് കൂടുതൽ ഒതുങ്ങി. 2 പോലീസുകാർ സൈഡ് സീറ്റിലിരുന്നു. മെലിഞ്ഞുണങ്ങിയ മധ്യവയസ്കനായ ആളായിരുന്നു രണ്ടാമത്തെ തടവുകാരൻ. അയാൾ എന്റെ നേരെ എതിരെ വന്നിരുന്നു. ഒരു പോലീസുകാരൻ എന്റെ അടുത്ത് പറഞ്ഞു, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് പോയിരിക്കാം. ഞാൻ നീരസത്തോടെ പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മാറിത്തരാം. ഓ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് പറഞ്ഞ് പോലീസുകാരൻ പിൻവാങ്ങി. ശേഷം ഒരു പോലീസുകാരൻ വന്ന് തടവുകാരുടെ വിലങ്ങഴിക്കാൻ തുടങ്ങി. അത് ചട്ടമാണ്, ഓടുന്ന വണ്ടിയിൽ വിലങ്ങിൽ കൊണ്ടുപോയിക്കൂടാ. അപകടമുണ്ടാകുമ്പോൾ യാത്രികൻ വിലങ്ങിലായാൽ ജീവാപായത്തിന് സാധ്യതയുണ്ട്. തടവുകാരുടെ 2 വിലങ്ങും കൂടി ചേർത്ത് ഒരു കൈയിലാക്കി. പുതിയ ഇനം വിലങ്ങാണെന്ന് തോന്നുന്നു, വളരെ നേർത്തത്. പണ്ടൊക്കെ വളരെ വെയിറ്റ് കൂടുതലുള്ള ഭംഗിയില്ലാത്തവയായിരുന്നു. ഇതിപ്പോൾ 2 സ്റ്റീൽ വളകൾ പോലെ തോന്നുന്നുള്ളൂ. എന്റെ എതിരെയുള്ള സീറ്റിൽ ആ മെല്ലിച്ച തടവുകാരനും ഒരു പോലീസുകാരനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വണ്ടി വിടുന്നതിന് തൊട്ടു മുമ്പ് ഒരു തടിച്ച സ്ത്രീ കടന്നു വന്നു. അവർ എനിക്കെതിരെ ജനാലയ്ക്കുള്ള സീറ്റിൽ വന്നിരുന്നു. അതിനായി തടവുകാരനും പോലീസുകാരനും ഒതുങ്ങിക്കൊടുത്തു. ഇരിക്കുന്നതിന് തൊട്ടു മുൻപ് അവർ തടവുകാരന്റെ വശത്തിരുന്ന പോലീസുകാരനെ തൊഴുതിട്ട് രഹസ്യം പോലെ പറഞ്ഞു, വലിയ നന്ദിയുണ്ട് സാറേ. അയാൾ വളരെ പതുക്കെ താക്കീതെന്ന മട്ടിൽ പറഞ്ഞു, ഒരു മനുഷ്യനും അറിയരുത്, എന്റെ പണി പോകും. അറിയാം സാറേ. അവരുടെ കണ്ണു നിറഞ്ഞു. എന്നെ തൊട്ടിരിക്കുന്ന മറ്റേ തടവുകാരൻ ഒന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ ഇരുന്ന് ആരും അറിയാത്ത രീതിയിൽ എന്റെ അടുത്ത് മെല്ലെ ചരിഞ്ഞിട്ട് ചെവിയിൽ ചോദിച്ചു, ഒരു സിഗരറ്റ് കിട്ടുമോ? ഞാൻ അതേപോലെ രഹസ്യമായി ഇല്ലെന്നു പറഞ്ഞു. തടവുകാരൻ ഒരു പ്രതികരണവുമില്ലാതെ സീറ്റിലേക്ക് ചാഞ്ഞു കിടന്ന് കണ്ണടച്ചു. തീവണ്ടി സ്പീഡ് എടുത്തപ്പോ ആ സ്ത്രീ തടവുകാരന്റെ അടുത്തേക്ക് മുട്ടിയിരുന്നു. എന്നിട്ട് അയാളുടെ വിരലുകൾ എടുത്ത് തന്റെ കയ്യിൽ വെച്ചു. അസ്വസ്ഥനായതുപോലെ തടവുകാരൻ അതെടുത്തു മാറ്റി. അവർ ചോദിച്ചു, സുഖം തന്നെ? അയാളൊന്ന് മൂളി. ആഹാരമൊക്കെ? അയാൾ ഒന്നും പറഞ്ഞില്ല. വക്കീല് വന്ന് കണ്ടോ? അതിനും അയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അവരും പിന്നെ കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. അയാൾ ഇഷ്ടപ്പെടാത്ത മട്ടിൽ പിന്നെ മെല്ലെ ചോദിച്ചു, നീ വന്നതെന്തിനാ? ഒന്ന് കാണാൻ. ജയിലിലായിട്ട് മാസം 6 തോന്നിയില്ലല്ലോ നിനക്ക്? അത് പിന്നെ. സ്ത്രീ എന്തു പറയണമെന്നറിയാതെ തലയെത്തിച്ച് തനിക്ക് സഹായം ചെയ്ത പോലീസുകാരനെ നോക്കി. തടവുകാരൻ അല്പം ശബ്ദമുയർത്തി ചോദിച്ചു, കാര്യം പറ, എന്തിനാ വന്നത്? അവരെ സഹായിച്ച പോലീസുകാരൻ പറഞ്ഞു, വേഗം പറഞ്ഞു ചേച്ചി, സൂപ്പർ ഫാസ്റ്റാ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് കൊല്ലം പിടിക്കും. കോടതി മുറ്റത്ത് വെച്ച് സംസാരമൊന്നും നടക്കത്തില്ല കേട്ടോ. അതും പറഞ്ഞിട്ട് അയാൾ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് കൂട് തുറന്ന് അതിൽ നിന്നൊരു സിഗരറ്റുമായി എഴുന്നേറ്റിട്ട് സൈഡ് സീറ്റുകളിൽ ഇരുന്ന പോലീസുകാരന്മാരോടായി പറഞ്ഞു, ഡേയ്, ഒന്ന് വലിക്കാൻ മാറുകയാ, നോക്കിക്കോണേ. സ്ത്രീ മെല്ലെ പറഞ്ഞു, ഒരു കാര്യം പറയാനുണ്ട്. ഒറ്റയ്ക്ക് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പേടിയാ. ഇതിലിപ്പോ പോലീസുകാരുണ്ടല്ലോ എന്ന ധൈര്യത്തിലാ ഞാൻ. അവർ പേടിച്ച് അയാളുടെ മുഖത്ത് നോക്കി പാതിയിൽ നിർത്തി. അയാളാണെങ്കിലോ കവിളെല്ലുകൾ എഴുന്ന് കവിളൊട്ടിയ കറുത്തു മരവിച്ച ഒരു മനുഷ്യനായിരുന്നു. അയാളുടെ മുഖത്ത് നിന്ന് എന്താണ് അയാളുടെ ഭാവമെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് അവർ പിന്നെയും പറഞ്ഞു, എനിക്ക് പക്ഷെ പറഞ്ഞേ പറ്റൂ. നിനക്ക് വേണമെങ്കിൽ പറ എന്ന മട്ടിൽ അയാൾ വശത്തേക്ക് നോക്കിയിരുന്നു. അവർ പറഞ്ഞു, ഞാൻ പറയട്ടെ?
അയാൾ ഒന്നും മിണ്ടിയില്ല. മെല്ലെ ആ സ്ത്രീ പറഞ്ഞു, അവള് അവനെ തന്നെ മതിയെന്നാ പറയുന്നത്. അവർ അയാളുടെ ഭാവം എന്താണെന്നറിയാൻ നോക്കി. അയാളിൽ നിന്ന് വലിയൊരു പൊട്ടിത്തെറിയോ ഉപദ്രവമോ പ്രതീക്ഷിച്ച് അവർ ജനാല ഭാഗത്തേക്ക് ഒന്നുകൂടി അമർന്നിരുന്ന് കരങ്ങൾ നെഞ്ചത്തേക്ക് കൊണ്ടുവന്ന് ഒരു പ്രതിരോധം തീർക്കാനുള്ള തയ്യാറെടുപ്പിൽ ഇരിക്കുകയായിരുന്നു. അയാൾ പക്ഷേ വളരെ ദയനീയമായി അവളോട് ചോദിച്ചു, പിന്നെ ഞാൻ എന്തിനാടി അയാളെ കൊന്നത്? അയാളുടെ സൗമ്യമായ പ്രതികരണത്തിൽ നിന്ന് കിട്ടിയ ധൈര്യത്തിൽ അവൾ പറഞ്ഞു, ആ ചെറുക്കന് നിങ്ങളടുത്ത്. അവൾ അയാളെ ഒന്നുകൂടെ നോക്കി പൂർത്തിയാക്കി, വൈരാഗ്യമൊന്നും ഇല്ല. അയാൾ ചോദിച്ചു, അവന്റെ തന്തയെ കൊന്നിട്ടുമോ? മനഃപൂർവ്വം അല്ലല്ലോ. ഒരു ദീർഘനിശ്വാസത്തോടെ അയാൾ തിരുത്തി, മനഃപൂർവ്വം തന്നാ. അയ്യോ, ഇനി അങ്ങനെയൊന്നും പറയല്ലേ, അവർ വേവലാതിയോടെ തുടർന്നു. നിങ്ങൾ ദേഷ്യത്തിൽ ഒന്ന് പിടിച്ചു തള്ളിയപ്പോ അയാൾ അടിതെറ്റി പിറകിലത്തെ തോട്ടില് അബദ്ധമായിരുന്നു. അയാൾ ഒന്നും മിണ്ടാതെ നെടുവീർപ്പിട്ടു. അവൾ തുടർന്നു, ആ ചെറുക്കനെ അങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വിശ്വസിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ കൊച്ചു കയറി ചെല്ലേണ്ട വീടല്ലേ, അത് അങ്ങനെ തന്നെ പറ്റിയതാ. ഒരു കാലത്തും മാറ്റി പറയല്ലേ, അത് അങ്ങനെ അറിയാതെ അങ്ങ് പറ്റിപ്പോയി കേട്ടോ. അവൾ അവന്റെ കൈത്തണ്ടയിൽ കയറി മുറുക്കെ പിടിച്ചു. അയാൾ ആവർത്തിച്ചു, അല്ല, മനഃപൂർവ്വം തന്നെ. അയാൾ കണ്ണിറുക്കെ ഞെക്കിയിട്ട് പറഞ്ഞു, അവൻ ജാതി കുറഞ്ഞവനാ. അതിന്റെ പുച്ഛവും ദേഷ്യവും എല്ലാം കൂടി ചേർന്നപ്പോഴാ എന്റെ തള്ളിന് ഊക്ക് കൂടിയത്. അയ്യോ മിണ്ടല്ലേ, ആ സ്ത്രീ കണ്ണീര് തുടച്ചു. അത് അങ്ങനെ അങ്ങ് പറ്റിപ്പോയി. രണ്ടുപേരും കള്ളിന്റെ മേലല്ലായിരുന്നോ? അയാള് പറഞ്ഞു, എന്റെ കുടുംബ വീട്ടിൽ അടിച്ചു തളിക്കാൻ നിന്നതാ അവന്റെ അമ്മൂമ്മയെന്ന് ചില കൂട്ടുകാരന്മാർ എരിവ് കയറ്റിയപ്പോ ഞാൻ. അവൾ മെല്ലെ പറഞ്ഞു, എന്നിട്ടിപ്പോ അവന്മാരൊക്കെ എവിടെ? ആ ചെറുക്കൻ ആ സത്യത്തിൽ ഇപ്പൊ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ. അവർ മെല്ലെ അയാളുടെ മുഖത്തേക്ക് നോക്കി. അതിലും അയാൾ പ്രകോപിതനാകുന്നില്ലെന്ന് വിചാരിച്ചപ്പോ അവൾക്ക് സത്യത്തിൽ അത്ഭുതം തോന്നി. അയാൾ പുലമ്പുന്നത് പോലെ പറഞ്ഞു, ഞാൻ അറിയണമായിരുന്നു. അറവ് കടകളിൽ ഇറച്ചു പൊതിയാനുള്ള കാട്ടുചെമ്പില കൊണ്ടു കൊടുക്കുന്ന എനിക്ക് അറവ് ശശി എന്ന ഇരട്ടപ്പേര്. ആ, എനിക്ക് എന്തോന്ന് ജാതി, ഞാൻ അറിയണമായിരുന്നു. തോല് പോയാ പിന്നെ ജന്തുവിന് എന്തോന്ന് ജാതി. വെറും ഇറച്ചി, ഞാൻ എന്നും കടയിൽ കാണുന്നതല്ലേ, വെറും ഇറച്ചി മാത്രം. ആ സ്ത്രീ പറഞ്ഞു, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി എന്തിനാ? അയാൾ സ്വയം ചോദിച്ചു, വൈകുന്നേരം ഇറങ്ങി കള്ളും കുടിച്ച് തല്ലും അടിയുമായിട്ട് നടക്കുന്ന ഞാൻ എന്ത് ജാതിയായിരുന്ന ആർക്ക് അടി ചെയ്താം? ആ ചെറുക്കൻ നന്നായിട്ട് അധ്വാനിക്കും, അവൾ പറഞ്ഞു. കല്യാണത്തിന് വരുമ്പോ ഞാൻ എങ്ങനെ അവന്റെ മുഖത്ത് നോക്കും? അയാൾ ചോദിച്ചു, എന്റെ പൊന്നോ, പറഞ്ഞില്ലേ നിങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ, അങ്ങനെ അവരും കരുതിയിട്ടുള്ളൂ. അങ്ങനെ അല്ലാത്തവരും അവരുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ലേടേ. എങ്കിൽ പിന്നെ കല്യാണത്തിനായിട്ട് നിങ്ങൾ വരണ്ട. എനിക്ക് വരണം. എനിക്ക് എന്റെ കൊച്ചിന്റെ കല്യാണം ഒന്ന് കാണണ്ടേടി. നമുക്ക് ആലോചിക്കണ്ടേ? അവിടെ കല്യാണം തീരുമാനിച്ചു. അയാൾ ഒന്നും മിണ്ടിയില്ല. പിന്നെ മെല്ലെ ചോദിച്ചു, ഞാൻ വരണ്ടേ? വേണ്ടാന്ന് പറഞ്ഞില്ലേ? വേദനയോടെ അവൾ ശബ്ദമുയർത്തി. അയാൾക്കത് വളരെ അപ്രതീക്ഷിതമായി തോന്നി. അയാൾ വാ തുറന്ന് അവളെ നോക്കി സ്തംഭിച്ചിരുന്നു. പിന്നെ മെല്ലെ ദയനീയമായി പറഞ്ഞു, എനിക്ക് എന്റെ കൊച്ചിന്റെ കല്യാണം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നടി. അവൾ പറഞ്ഞു, ജയിലിൽ നിന്ന് അവധി കിട്ടിയില്ലെന്ന് ആൾക്കാർ കരുതിക്കോളൂ. അയാൾ അന്തം വിട്ട് അവളെ നോക്കി. അവർ ദയനീയമായി പറഞ്ഞു, എങ്ങനെയല്ലോ അതൊന്നും നടന്നു കിട്ടട്ടെ. അയാൾ പിന്നെ ഒന്നും പറഞ്ഞില്ല. അയാൾ വിഷമിക്കുന്നുവെന്ന് അവർക്ക് മനസ്സിലായി. അവർ സമാധാനിപ്പിക്കാൻ എന്നോണം പറഞ്ഞു, വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ ചോദിച്ചു, ആരായിരിക്കും തന്തയുടെ സ്ഥാനത്ത്? അവൾ പറഞ്ഞു, അതൊന്നും ആലോചിച്ചില്ല, ആരേലും അങ്ങ്. അയാൾ മൂളി. അവർ ആശ്വാസത്തോടെ കണ്ണു തുറച്ചിട്ട് പറഞ്ഞു, എന്റെ ദൈവമേ, നിങ്ങളെ ബോധ്യപ്പെടുത്താൻ എനിക്ക് പറ്റിയല്ലോ. അയാൾ മെല്ലെ പറഞ്ഞു, ദൈവമോ? ദൈവമില്ല, അങ്ങനെയൊന്നും പറയല്ലേ. ദൈവമില്ല, ജാതിയില്ല, മതവുമില്ല, മനുഷ്യര് മാത്രമേ ഉള്ളൂ. അയാൾ തുടർന്നു, ലോകത്തല്ല, ലോകത്തിലെല്ലാം ഉണ്ട്. ജയിലില് ജയിലിൽ ഇതൊന്നുമില്ല. കുറെ മനുഷ്യര്, ഇതുപോലെ പലതും പറ്റിപ്പോയ കുറെ മനുഷ്യര്. നേരത്തെ ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നേല് ഞാനത് ചെയ്യത്തില്ലായിരുന്നു. എനിക്കത് പറ്റത്തില്ലായിരുന്നു. അയാൾ സീറ്റിൽ ചാരിക്കിടന്നുകൊണ്ട് മുകളിലേക്ക് നോക്കി. അയാളുടെ കണ്ണു നിറഞ്ഞിരുന്നു. അവൾ അയാളുടെ കയ്യിൽ കുറെ കൂടി അമർത്തി പിടിച്ചു, കുറെ കൂടി ചേർന്നിരുന്നു. ആ തോളിൽ തലയമർത്തി ആശ്വാസത്തോടെ കണ്ണടച്ചു. തീവണ്ടി കുറെ ദൂരം ഓടി. അയാൾ മെല്ലെ ചോദിച്ചു, എന്നാ കല്യാണം? പിന്നെ അയാൾ തന്നെ തിരുത്തി, അല്ലേ വേണ്ട, പറയണ്ട. അയാൾ ആ പറഞ്ഞത് കേട്ടോ ഇല്ലയോ?
എന്നറിയാത്തവണ്ണം ആ സ്ത്രീ അന്നേരത്തേക്കും സ്വന്തം കവിൾ അയാളുടെ കൈയോട് ചേർത്ത് നിർവൃതിയിൽ എന്ന വിധം കണ്ണടച്ചിരിക്കുകയായിരുന്നു.